ഇതോ അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും കരിമീൻ പിടിക്കാൻ പോകാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നമ്മളെ വാസിലുണ്ട്, ഉനൈസും ഉണ്ട്, നമ്മളെ ക്യാമറമാൻ റസീലും ഉണ്ട്. ഇതാണ് മൈദ. ഞാൻ വെറും മൈദ മാത്രം ഉപയോഗിക്കലുള്ളൂ കേട്ടോ. മൈദയിൽ തന്നെ ഞാൻ എത്രയോ കരിമീൻ പിടിക്കാറുണ്ട്. വെറുതെ കുറേ കപ്പ പൂങ്ങണം, പിന്നെ അതാക്കണം ഇതാക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മൈദയോ ആട്ടപ്പൊടിയോ മിക്സ് ആക്കിയിട്ട് കരിമീൻ പിടിച്ചാൽ മതി. കുറച്ച് വലിയ സൈസ്, ഒരു 600-700 ഗ്രാമിൻ്റെ സൈസാണെങ്കിൽ നമുക്ക് മൈദയിൽ അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. അതിന് കുറച്ച് നോൺ വെജ് ഫുഡ് തന്നെ വേണ്ടി വരും. ഐ മീൻ കക്കിറച്ചിയോ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പോവാം. ഉനൈസാടെ ഭയങ്കര കെട്ടിലുള്ള ചൂണ്ട. ഞാൻ ഒന്ന് കിട്ടിയ ആവേശത്തിൽ വാസി സ്റ്റിക്കെല്ലാം കൊണ്ടുവന്നിട്ടാ നിൽക്കാപ്പത്ര കിട്ടീര് നമ്മ പടി തന്നെ. എന്നാലും ഇനിയിപ്പോൾ ഈ ലൊക്കേഷനിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കല്? കിടക്കാച്ചി പടി. അയ്യോ അതെനക്ക് വേണ്ട. ഇവിടെ പറങ്കി അങ്ങനെട്ടോ കൊരറ്റ കാണുന്നുണ്ട്. ഇവിടെ നട്ടുച്ചക്കും ചൂട് തണുപ്പന്നെ ആയിരിക്കും. അങ്ങനെ ഒന്നാമത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇതാണ് നമ്പർ 1. രണ്ടാമത്തെ കേട്ടോ. കണ്ണികള് നമ്പർ 2. ഉനൈസ് എന്താ ഫുള്ള് കേണിന്നല്ലോ. നിങ്ങളെ സമയം പറ്റ ഈ ചൂണ്ട മരത്തിനനുസരിച്ചിട്ട് ഏലിനനുസരിച്ചിട്ട് ഉണ്ടായി. വാസിന്റെ കെട്ട് കഴിഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. കിട്ടിയല്ല നമ്മളെ ഉനൈസിന് കിട്ടിയല്ല, കിട്ടിപ്പോയി. ഇല്ല പോയിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, അത് കിട്ടിപ്പോയി. കെട്ടിപ്പോയതാ. ഞാൻ വിളിച്ചല്ല റസീദ. മൂന്നാമത്തെ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കേട്ടോ. ഇപ്പൊ 3-1 പീന. സ്ഥലം തരുമോ? മാരണ പീരി ബാവരുത്. ഒന്നാമത്തെ പിടിച്ചിട്ടുണ്ട്. അല്ല പോയല്ലേ പോ. ഞാൻ ഇതോ റസീല മാസ്റ്ററിന്റെ കാൽച്ചുവട്ടിൽ നിന്നും എല്ലാവർക്കും ഒന്നേർപ്പാട് റസീലെ കേട്ടാ. അപ്പൊ അങ്ങനെ വാസിൽ രണ്ടാമത് 2 കിട്ടി. ഉനൈസിന് എത്ര 2? വീഡിയോ എടുക്കാൻ ലേറ്റ് ആയി. ആ റോക്കറ്റ് പോലെ ഇത് കയറ്റിയിടും. കരിമീൻ്റെ എണ്ണം കുറഞ്ഞെന്ന് കരുതി ഞാൻ ഒരിക്കലും വിരമിക്കാൻ പോകുന്നില്ല. നമ്മളെ ഉനൈസിന് 2 കിട്ടീന്, വാസിൽ 2 കിട്ടീന്. വാസിൽ 1 മിസ്സായി പോയി അല്ലേ. തിരിച്ചു വരും, വിരമിക്കാൻ പോകുന്നില്ല. പിന്നെ മാസ്റ്റർ എത്ര കിട്ടിയെന്ന് പറഞ്ഞു കൊടുത്തരാ. 6 ഇതാണ് ഇന്നത്തെ കരിമീൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെയും കാണാം.